ഹലോ, നമസ്കാരം. മോളിവുഡ് ടൈംസ് ഒറ്റ വാക്കിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കലക്കം പടം. നല്ല കലക്കം പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് എ പ്രേക്ഷകൻ ഞാൻ അത്യാവശ്യം നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത്. കാരണം നസ്ലിൻ ആൻഡ് ഒബ്വിയസ്ലി അഭിനവ് സുന്ദർ നായക്. അഭിനവിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. അതിനു മുമ്പ് നസ്ലിനെ കുറിച്ചിട്ടൊന്ന് പറയട്ടെ. നസ്ലൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെങ്ങാതി ആള് ഉഷാറാണ്. ആസ് എ പ്രേക്ഷകൻ എന്നെ ഈ പുള്ളിക്കാരൻ ഒരു തരത്തിലും ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. നസ്ലൻ ഭാഗമായി വരുന്ന സിനിമകൾ എല്ലാം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റർടൈൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ് പുള്ളിയുടെ സിനിമകൾ കാണാൻ പോകാൻ. മൂപ്പര് ഭാഗമാവുന്ന ടീം അടിപൊളിയാ. അതേപോലെ മൂപ്പരുടെ സെലക്ഷൻ പ്രോസസ്സ് വളരെ നൈസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബോളിവുഡ് ടൈംസിന്റെ കേസ് എനിക്ക് എന്താണ് എല്ലാവരുടെ അഭിപ്രായം എന്നൊന്നും എനിക്കറിയില്ല. സക്സസ് ആവില്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതും സക്സസ് ആവുമെന്ന് തോന്നുന്നു. നസ്ലിൻ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അടിപൊളിയാണ്. എല്ലാം നിങ്ങളൊന്ന് നോക്കൂ. ഏതാണ് പൊട്ടി പണ്ടാറടങ്ങി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള മൂപ്പരുടെ സിനിമകള് എനിക്ക് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൂപ്പരുടെ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവീസാണ്. എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിലൊക്കെ കുറെ ആൾക്കാരുടെ പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. എന്താണ് മൂപ്പരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊക്കെ. ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അത് നടക്കട്ടെ, അത് സിനിമയാണ്. ആക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർ പറയും. ബട്ട് എന്ത് തേങ്ങ കൊലയോ ആയിക്കോട്ടെ, അങ്ങേര് മോളിവുഡ് ടൈംസോട് കൂടിയിട്ട് അങ്ങേർക്ക് വന്നുകൊണ്ടിരുന്ന ക്രിറ്റിസിസംസ് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് ഒരേപോലത്തെ സംസാര രീതി, അല്ലെങ്കിൽ സേഫ് സോൺ ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു സംഗതി കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ എന്ത് തേങ്ങയാണെങ്കിലും ഇങ്ങേര് ചെയ്തിട്ടുള്ള സിനിമകളിൽ എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങേര് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു റിയാലിറ്റിയാണ്. അങ്ങേര് അടിപൊളിയാണ്. നസ്ലൻ എന്ന് പറയുന്ന ആള് ഉഷാറാണ്. ഇനിയും ഉഷാറാവും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മൂപ്പര് ചെയ്തിരിക്കുന്ന കഥാപാത്രം എൻ്റെ മൈൻഡിലൊരു ചിന്ത ഉണ്ടായിരുന്നു. ഓക്കെ, നസ്ലൻ ഇതിൽ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഇതുവരെ തൊട്ടിട്ടുള്ള പോലത്തെ പരിപാടിയൊന്നും ആയിരിക്കില്ല, സംതിങ് ഡിഫറെന്റ് ആണ്. അത് എങ്ങനെ മൂപ്പര് ചെയ്യുമെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ആസ് എ പ്രേക്ഷകൻ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. മൂപ്പര് ഇതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ പിടിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. സംഭാഷണങ്ങളാണെങ്കിലും എടുത്ത് പറയുകയാണെങ്കിലും മുമ്പുള്ള സിനിമകളിലെ മൂപ്പരുടെ സംഭാഷണ രീതിയല്ല ഇതിൻ്റെ അകത്ത്. ഈ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ മൂപ്പര് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ ആ കഥാപാത്രത്തിനനുസരിച്ചിട്ട് മൂപ്പര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഒബ്വിയസ്ലി നസ്ലന്റെ കുറെ സാധനങ്ങൾ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ചില തമാശകൾ അല്ലെങ്കിൽ മൂപ്പരുടെ കുറെ സാധനങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ട്. അത് എന്താണ്, സാധാരണ നസ്ലൻ സിനിമകളിൽ നസ്ലന്റെ ഒരു സംഗതികൾ നമ്മൾ കാണാറുള്ളതാണോ? അതുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് സീരിയസ്നെസ്സിൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടർ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന നസ്ലനിൽ നിന്ന് മാറി അവിടെ നമ്മൾ ഒരു എന്താ പറയാ, നല്ല രീതിയിലുള്ള പുരോഗമനം അല്ലെങ്കിൽ വല്ലാത്തൊരു ഗ്രോത്ത് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ മൂപ്പരിൽ കാണുന്നുണ്ട്. അത് എടുത്ത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഗംഭീരമായിട്ട് നസ്ലിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം ഗംഭീരമായിട്ട് മൂപ്പര് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. വെരി ഹാപ്പി ടു സീ ഹിം ലൈക്ക് ദിസ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നല്ല രീതിയിൽ കഥയും കഥാപാത്രങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് മുമ്പോട്ട് വളരെ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവരുടെ സക്സസ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. നസ്ലിന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ അയാള് ഇനിയും നല്ല രീതിയിൽ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അടിപൊളി, നസ്ലൻ പൊളി. ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നസ്ലൻ പടത്തിന് അത്യാവശ്യം ആളുണ്ട്. പിന്നെ ഞാൻ പോയ തിയേറ്ററിലാണെങ്കിൽ അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരുന്നു. ബിക്കോസ് എന്താണ്,
നെസ്ലിന്റെ എല്ലാ പടത്തിനും ഞാൻ പോകുമ്പോൾ ഫസ്റ്റ് ആൾ ഉണ്ടാവും. ബിക്കോസ് ഒരു വിശ്വാസമാണ്, അങ്ങേരെ പടം നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ആൾക്കാർ കയറി കാണുന്നത്. ആൾക്കാരുടെ ഉള്ളിൽ ഒരു സ്നേഹം എന്ന് പറഞ്ഞ സാധനം മൂപ്പര് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് നെസ്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കിടിലം പടം. അതായത് അഭിനവ് സുന്ദർ നായക്, ഹീസ് ബ്രില്യൻറ്റ്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഹീസ് ബ്ലഡി ബ്രില്യൻറ്റ്. ഇങ്ങനെ എന്തൊക്കെയാണ് ഇനി ചെയ്തു വെക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ തമ്പനിയില്ലാതാണ് സൂചിപ്പിച്ചത്. ഇനി എന്തൊക്കെയാണ് ഇയാൾ ചെയ്തു വെക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി എനിക്ക് ക്യൂരിയോസിറ്റി കൂടി. ഇങ്ങനെ ആദ്യം ചെയ്ത പടം ഏതാ? മൂന്നിനുണ്ണി അസോസിയേറ്റ്സ്. ആ പടം ഏത് റേഞ്ച് പടമായിരുന്നല്ലേ? അതിന്റെ എഴുത്തായിക്കോട്ടെ, അതിലത്തെ കഥാപാത്രങ്ങളായിക്കോട്ടെ, എല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മേക്കിംഗ് പരിപാടിയാണ് മൂപ്പരുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണുന്നത്. അത് മൂന്നിനുണ്ണിയുടെ കേസിലാണെങ്കിലും ഗംഭീര സ്ഥാനം. 2022 ഇറങ്ങിയ സിനിമയാണത്. ഇപ്പൊ 2022 ശേഷം മൂപ്പര് രണ്ടാമത്തെ പടം 2026 വരുന്നത്, മോളിവുഡ് ടൈംസ്. ഇതിലേക്ക് വരുന്ന സമയത്തും ഒരു തരത്തിലും നിരാശപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, വെൻ വി കമ്പയർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. മുകുന്ദനുണ്ണി പോലൊരു പടമായിരിക്കും ഇത് എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. ആസ് എ പ്രേക്ഷകൻ ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ച് പോയി കണ്ടതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മുകുന്ദനുണ്ണി ഈസ് ഡിഫറെന്റ്. ഇത് വേറെ ലീഗ. ദിസ് ഈസ് ഡിഫറെന്റ് ബട്ട് എഫേർട്ട് ഈസ് സെയിം. അതായത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്ന സാധനം ഈ പടത്തിന്റെ കേസിലും അയാളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അഭിനവ് സുന്ദർ നായക്. അതായത് സിനിമാക്കാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് കൊള്ളും. കാരണം അവർക്കിട്ട് നല്ല രീതിയിൽ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളും വന്നിരിക്കുന്നത്. ബിക്കോസ് സിനിമ അത് അതിന്റെ ഭാഗമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സിനിമയെക്കുറിച്ചും സിനിമയിൽ ഭാഗമായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും, നല്ല രീതിയിൽ കണക്ട് ആവും. അതിന് അനുഭവം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറിവുണ്ടെങ്കിൽ ഇത് കണക്ട് ആവും. ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഓരോ ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ അകത്ത് എന്താണ് എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ അകത്തുള്ള മറ്റേ പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ച മൂപ്പരുടെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ കിട്ടുന്നില്ല. ഐ എം സോറി. ഞാൻ അങ്ങനെ പേര് ക്യാരക്ടറൊക്കെ മൈൻഡിലുണ്ട്, പക്ഷെ പേരിന്റെ കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണ്. ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള പുള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമൽ ഡേവിസ്, മറ്റേ സംഗീത് പ്രതാപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ ലൈഫുണ്ട്. റിയൽ ലൈഫുമായിട്ട് നല്ല ഒരു കണക്ഷൻ ആക്ച്വലി ഉണ്ട്. അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, അതല്ലാതെ ഏതൊരു ഫേം ആയിക്കോട്ടെ, ഇതുപോലത്തെ ആളുകൾ ആക്ച്വലി ഉണ്ട്. അതായത് നിൽക്കാൻ അറിയുക എന്ന് പറയുമല്ലോ. അതായത് നൈസായിട്ട് അവനവന്റെ പരിപാടി നല്ല രീതിക്കൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് പുറമേക്ക് ഒരു ഇമേജ് കൊടുത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഒരു നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോ സിനിമയ്ക്കകത്തുള്ള സിനിമ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഉഷാറാ. അത്തരത്തിലുള്ള കുറെ ആൾക്കാർ ഇൻഡസ്ട്രിക്കകത്ത് ഒബ്വിയസ്ലി ഉണ്ടാവും. അവർക്ക് കാണുന്ന നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും, പക്ഷെ സംഗതി ഒരു ഇതാണ്, ഒരു ടൈപ്പ് ലെവൽ പരിപാടിയാണ്. അത് ആ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അമൽ ഡേവിസ്, അതായത് സംഗീത അമലിന്റെ വായിൽ വരുന്നത് സംഗീത പ്രതാപ് നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ഗംഭീരം. ഷറഫുദ്ദീന്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ജഗദീഷ് ഏട്ടന്റെ കാര്യം പറഞ്ഞു. ജഗദീഷ് ഏട്ടൻ കുറച്ച് ആക്ച്വലി ഉള്ളൂ കേട്ടോ, പക്ഷെ ആ ക്യാരക്ടർ കിടിലൻ ക്യാരക്ടറാണ്. അതോട് ബന്ധപ്പെട്ടിട്ടാണ് മറ്റേ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിലേക്ക് വരുന്നത്. അത് മൂപ്പരാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം വെച്ചിട്ടല്ലാന്ന് പറയണേ, പൊതുവെ സമൂഹത്തിൽ പല ഫേമുകളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ആക്ച്വലി ഉണ്ടെന്നേ. അത് കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നേ. അന്നും പോയി ഇരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ഉണ്ട്. അത് ഓൾറെഡി അത് സസ്പെൻസും തേങ്ങയൊന്നും അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയായിരുന്നു. വിനീതിന്റെ ക്യാരക്ടർ കിടിലൻ ക്യാരക്ടറായിരുന്നു. അത് മൂപ്പര് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വിനീത് ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടർ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നേ. അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ടീംസ് ആക്ച്വലി ഇവിടെ ഉണ്ട്. ആരും എന്തൊന്നും അറിയില്ല, പക്ഷെ അത്തരത്തിലുള്ള ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ. ആരൊക്കെയാണെന്ന് അറിയില്ല, പക്ഷെ അതും ഉണ്ട്.
അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടറാണ് എന്നുള്ളത്. അതിനുവേണ്ടിയും സിനിമ ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട്. അതേപോലെ നെസ്ലിൻ ചെയ്തിട്ടില്ല. നെസ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നായക കഥാപാത്രം ഇതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾ. അതായത് എന്തും നേരോട് കൂടിയിട്ട് അവനവൻ്റെ എഫേർട്ടിൽ ഭയങ്കരമായ വിശ്വാസം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം, എൻ്റെ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. അതായത് ജെനുവിൻ ആയിട്ടുള്ള ആവശ്യം, എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ചെയ്യും, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സാധനം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വാശി പുള്ളിക്ക് ആക്ച്വലി ഉണ്ട്. ആൻഡ് അതുമായിട്ട് നിലനിൽക്കാനുള്ള പാട്, അല്ലെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പാട്, പുറമേ നിന്ന് കുത്തുവരുന്നത്, പല സൈഡിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രിക്കകത്തുള്ള സംഗതികളാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇൻഡസ്ട്രിക്കകത്ത് സർവൈവ് ചെയ്യാനുള്ള പാട്, അല്ലെങ്കിൽ ഉള്ള അവസ്ഥകൾ, കയറി പറ്റാനുള്ള പാട്, കയറിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് തീരൂലല്ലോ. കയറാൻ പറ്റുമായിരിക്കും, കയറിക്കഴിഞ്ഞ് നിലനിൽക്കുകയൊക്കെ വേണ്ടേ? അവിടുന്ന് ഇവിടുന്ന് പൊളിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും. അപ്പോ അതാണ് നെസ്ലന്റെ ക്യാരക്ടർ. അതൊരു കിടലൻ ക്യാരക്ടറാണ്. മൂപ്പരത് കിടലിനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പറയാൻ നന്നായി കുറെ സാധനങ്ങൾ ഇരുന്ന് പറയേണ്ടി വരും. എനിക്ക് അങ്ങനെ ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് പറയാനൊന്നും അറിയില്ല. ഐ എം സോറി. എനിക്കിങ്ങനെ വളരെ റോ ആയിട്ട് പറയാനേ അറിയുള്ളൂ. അപ്പൊ ഇത് കണക്ട് ആവണം. കണക്ട് ആകുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു സിനിമയും നമുക്ക് കണക്ട് ആയാലേ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സിനിമയുടെ കേസിൽ നമുക്ക് കണക്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ആവണം, റിലേറ്റ് ആവണ്ട. കണക്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്, മറ്റേ ആൾക്കാരുണ്ട്, ഓക്കെ ഇത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നൈസായിട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒബ്വിയസ്ലി ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സിനിമയാണ്. ലെങ്ത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് ഒബ്വിയസ്ലി തോന്നി. പക്ഷെ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് നെഗറ്റീവായിട്ട് ഇവിടെ പറയേണ്ട മീൻസ് അങ്ങനെ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ ആസ് എ പ്രേക്ഷകൻ എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വളരെ എൻജോയ് ചെയ്ത് കണ്ടു തീർത്തൊരു സിനിമയാണ്. മാൻ, അത് ജെനുവിൻ എഫേർട്ട് ഉണ്ടെന്നേ. എനിക്ക് ഈ ജെനുവിനായിട്ട് എഫേർട്ട് ഇടുന്ന ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രിപ്റ്റിന്റെ കേസിലാണെങ്കിലും, മേക്കിങ്ങിന്റെ കേസിലാണെങ്കിലും, അതേപോലെ അഭിനയത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സംതിങ് ന്യൂ, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാനല്ലാതെ, അല്ലെങ്കിൽ ആൾക്കാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് പൊട്ടന്മാരാക്കിക്കൊണ്ട് ഓരോ സാധനങ്ങൾ ചെയ്തു വെക്കുന്ന പോലെ അല്ല. ഇതിൻ്റെ അകത്ത് ജെനുവിൻ ആയിട്ടുള്ള സാധനം ഉണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് കൊടുക്കാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇപ്പോൾ ഞാൻ വേണ്ട പറയുന്നില്ല, നിങ്ങൾ പടം കാണാൻ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് അലമ്പാക്കുന്നില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ട് പോയിരുന്ന് കാണാം. നിങ്ങൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് മനസ്സിൽ വെച്ചിട്ട് അതുപോലെയുള്ളൊരു കൈൻഡ് ഓഫ് എൻഗേജിങ് ആയിട്ടുള്ള പടം എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോകണ്ട. നോ, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ എന്താണ് നീതി ചെയ്ത കഥാപാത്രം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കൈൻഡ് ഓഫ് സംഗതിയാണ്. അത് വേറെ ലീഗാണ്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് നെസ്ലിൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ല. ഇതിൻ്റെ അകത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ഹീറോ ആണ്. അപ്പോൾ അതങ്ങനെ പോകുന്നു. സ്ട്രഗിൾസ് കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കുറെ ആൾക്കാർക്ക് ആ ഒരു നെസ്ലിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സ്ട്രഗിള്, അല്ലെങ്കിൽ സർവൈവലിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവുമല്ലോ. അതേപോലെ സിനിമയുടെ പുറത്തുനിന്ന് തന്നെയാണെങ്കിലും പല ഫിലിംസിൽ കുറെ ആൾക്കാരുണ്ടാവില്ല. അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ടെന്നേ. പല ക്യാരക്ടേഴ്സിനും ഇവിടെ റിയൽ ലൈഫുമായിട്ട് കുറെ സാമ്യതകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നല്ല, പുറത്തുനിന്നായിക്കോട്ടെ, നിങ്ങൾക്ക് ആക്ച്വലി അതാണ്, അത് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ സിനിമ ഉഷാറാണ്. ഇനിയിപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ, ഒരിക്കലും ഈ സിനിമ മോശമല്ല എന്നുള്ളതാണ്. അവിടെയും ആ ഒരു റിയാലിറ്റി ഉണ്ട്. ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഈ സിനിമയ്ക്ക് മിക്കവാറും മിക്സഡ് ആയിട്ടുള്ള സാധനം വരും. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ എക്സ്ട്രീംസ് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ചങ്ങാതി എടുക്കുന്ന പടങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്. അത് അതിൻ്റെ ഒരു ഫോർമാറ്റ് ആക്ച്വലി അങ്ങനെയാണ്, അത് അങ്ങനെ വരുള്ളൂ. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ സാധനം മോശ സാധനമല്ല, നൈസ് സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഇനി വരികയാണെങ്കിലും ഈ പടം ഒരിക്കലും ഒരു മോശ സാധനമല്ല. കിടിലൻ ക്രാഫ്റ്റാണ്, കിടിലൻ സാധനമാണ്, കിടിലൻ എഴുത്ത്, കിടിലൻ മേക്കിങ്, കിടിലൻ ക്യാരക്ടേഴ്സ്, എല്ലാം കൊണ്ടും ഉഷാറ് സാധനം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ചങ്ങാതി എന്തൊക്കെയാണോ എടുത്തു വെക്കാൻ വേണ്ടി പോണേ, ഞാനത് വീണ്ടും പറയുള്ളൂ. എന്തൊക്കെയാണ് ഈ അഭിനവ് സുന്ദർ നായക്ക് എടുത്തു വെക്കാൻ വേണ്ടി പോകുന്നത്? ഇയാള് ഭയങ്കര സംഭവമാണ്. ഇത് എക്സാജറേറ്റ് ചെയ്ത് പറയണ പോലെ നിങ്ങൾക്ക് തോന്നിയായിരിക്കും. പക്ഷെ
മോനെ ഈ റിയൽ ലൈഫിൽ ചൂണ്ടിക്കൊണ്ടാണ് കുറെ സാധനങ്ങളുമായിട്ട് ഇയാൾ വരണത്, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വരും. അപ്പൊ ഇനി ഇയാൾ എന്തൊക്കെ ഇനി എഴുതി പിടിപ്പിച്ചുകൊണ്ട് വരും, ഇനി എന്തൊക്കെ രീതിയിൽ അയാൾ എന്തൊക്കെ പുതിയ പരിപാടിയും കൊണ്ട് വരും, വെറൈറ്റീസ് ആയിട്ട് വരും എന്നുള്ള കാര്യത്തോട് എനിക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട്. അപ്പോൾ ശരി.